Hi students, in the previous class we learned what a linear programming problem is and how to solve a linear programming problem. In all the problems we got a feasible region which is bounded. Now we will see some more problems in which the feasible region is unbounded. Example 4. Determine graphically the minimum value of the objective function z is equal to negative 50x plus 20y subject to the constraints 2x minus y greater than or equal to negative 5, 3x plus y greater than or equal to 3, 2x minus 3y less than or equal to 12, x greater than or equal to 0, y greater than or equal to 0. നമുക്കറിയാം എങ്ങനെയാണ് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുകയെന്ന്. കൺസ്ട്രെയിൻസ് ഓരോന്നും എടുക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻസ് എടുത്തിട്ട് ലൈൻസ് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഏത് ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കുക. അവസാനം കോമൺ ആയിട്ടുള്ള റീജിയൻ മാത്രം ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫീസിബിൾ റീജിയൻ കിട്ടും. ശ്രദ്ധിക്കുക, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉണ്ടെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യണത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിനെയാണ്. ഇവിടെ നമുക്ക് ഫീസിബിൾ റീജിയൻ കാണുമ്പോൾ ഒരു അൺബൗണ്ടഡ് ആയിട്ടുള്ള റീജിയനാണ് കിട്ടുക. ലൈൻസൊക്കെ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ടാവണം. അവിടെ ഇക്വേഷൻസ് എഴുതി വയ്ക്കുക, അതിൻ്റെ ഏത് ഭാഗം ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കുക, എന്നിട്ട് കോമൺ ആയിട്ടുള്ള റീജിയൻ മാത്രം ഷെയ്ഡ് ചെയ്യുക കേട്ടോ. ഇവിടെ കിട്ടിയിരിക്കുന്ന അൺബൗണ്ടഡ് റീജിയൻ്റെ കോർണർ പോയിൻറ്റ്സ് വരുന്നത് 0,5 ഉണ്ട്, 0,3 ഉണ്ട്, 1,0 ഉണ്ട്, 6,0 ഉണ്ട്. ഈ 4 പോയിൻറ്റിലും സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ മിനിമൈസാണ് ക്വസ്റ്റ്യൻ, അത് കാരണം അതിലേതാണ് മിനിമം നോക്കുക. ഇപ്പോൾ 0,5 100 വന്നിട്ടുണ്ട്, 0.03 60 വന്നിട്ടുണ്ട്, 0.10 നെഗറ്റീവ് 50 വന്നിട്ടുണ്ട്, 0.60 നെഗറ്റീവ് 300 വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മിനിമം വന്നിരിക്കുന്നത് നെഗറ്റീവ് 300 ആണ്. ഇവിടെ റീജിയൻ അൺബൗണ്ടഡ് ആയ കാരണം നെഗറ്റീവ് 300 തന്നെയാണോ മിനിമം എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ടേക്ക് -50x plus 20y ലെസ് ദാൻ നെഗറ്റീവ് 300. നമുക്ക് മിനിമം വാല്യൂ കിട്ടിയിരിക്കുന്നത് നെഗറ്റീവ് 300 ആണ് സെഡിൻ്റെ. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് നെഗറ്റീവ് 50x plus 20y ലെസ് ദാൻ നെഗറ്റീവ് 300. ഇത് ത്രൂ ഔട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നെഗറ്റീവ് 5x plus 2y ലെസ് ദാൻ നെഗറ്റീവ് 30 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ റീജിയൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ നെഗറ്റീവ് 5x plus 2y ഈക്വൽ ടു നെഗറ്റീവ് 30 എന്നുള്ള ലൈൻ വരയ്ക്കണം. അത് ഈക്വൽ ടു നമുക്കിവിടെ ഇല്ലാത്ത കാരണം അത് ഡോട്ടഡ് ലൈൻസ് ഇട്ട് വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഏത് പോർഷനാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഒറിജിനാണ് കൊടുക്കുന്നത്. ഒറിജിൻ കൊടുക്കുമ്പോൾ 0 ലെസ് ദാൻ നെഗറ്റീവ് 30 എന്ന് വരും. അപ്പോൾ അത് ഫാൾസാണ്. അപ്പോൾ ഒറിജിൻ അല്ലാത്ത ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്, അത് ഷെയ്ഡ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ ഇതിൽ ഇപ്പോൾ കിട്ടിയ പോർഷനും നേരത്തെ ഷെയ്ഡ് ചെയ്ത പോർഷനും തമ്മിൽ കോമൺ പോയിൻറ്റ്സ് ഉണ്ടോ നോക്കണം. ഇഫ് ഇറ്റ് ഹാസ് കോമൺ പോയിൻറ്റ്സ് ദെൻ നെഗറ്റീവ് 300 വിൽ നോട്ട് ബി ദ മിനിമം വാല്യൂ ഓഫ് സെഡ്. അതർവൈസ് നെഗറ്റീവ് 300 വിൽ ബി ദ മിനിമം വാല്യൂ ഓഫ് സെഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടിയ പോർഷൻ, ആദ്യം കിട്ടിയ പോർഷനും ഇപ്പോൾ കിട്ടിയ പോർഷനും തമ്മിൽ കോമൺ പോയിൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നെഗറ്റീവ് 300 മിനിമം ആയിരിക്കില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് 300 മിനിമം ആവും. ഇവിടെ ആദ്യം ഷെയ്ഡ് ചെയ്ത പോർഷനും ഇപ്പോൾ കിട്ടിയ ഷെയ്ഡഡ് പോർഷനും തമ്മിൽ കോമൺ പോയിൻറ്റ്സ് ഉണ്ട്. ദെർഫോർ z ഈക്വൽ ടു -50x plus 20y ഹാസ് നോ മിനിമം വാല്യൂ സബ്ജക്റ്റ് ടു ദ ഗിവൺ കൺസ്ട്രെയിൻസ് എന്ന് എഴുതണം. നിങ്ങളിങ്ങനെ എഴുതിയാൽ മതി. നെഗറ്റീവ് 5x plus 2y ലെസ് ദാൻ നെഗറ്റീവ് 30 ഹാസ് കോമൺ പോയിൻറ്റ്സ് വിത്ത് ദ ഫീസിബിൾ റീജിയൻ. ദെർഫോർ z ഹാസ് നോ മിനിമം വാല്യൂ സബ്ജക്റ്റ് ടു ദ ഗിവൺ കൺസ്ട്രെയിൻസ്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയില്ലേ? നമ്മൾ ആദ്യം ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ കോർണർ പോയിൻറ്റ്സിൽ സെഡിൻ്റെ വാല്യൂ കാണുക. ഇനി ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമൈസാണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ സെഡ് ലെസ് ദാൻ ദാറ്റ് വാല്യൂ എടുക്കണം. ഇവിടെ നമ്മൾ നെഗറ്റീവ് 5x plus 2y ലെസ് ദാൻ നെഗറ്റീവ് 30 ആക്കി എഴുതിയതിന്. ഇനി ഇതിൻ്റെ റീജിയനും മുമ്പത്തെ റീജിയനും നമ്മൾ കോമൺ പോയിൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കി. കോമൺ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ സെഡ് ഹാസ് നോ മിനിമം വാല്യൂ എന്ന് എഴുതി. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ 5.
Minimize z equal to 3x plus 2y subject to the constraints x plus y greater than or equal to 8, 3x plus 5y less than or equal to 15, x greater than or equal to 0, y greater than or equal to 0. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ കൺസ്ട്രെയിൻസ് ഓരോന്നും എടുക്കുക, അതിന് കറസ്പോണ്ടിങ് ഇക്വേഷൻ എടുത്തിട്ട് അതിൽ 2 പോയിൻ്റ് കണ്ടുപിടിക്കുക, ആ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഏത് ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കുക. കോമൺ ആയിട്ടുള്ള റീജിയൻ ഷെയ്ഡ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് ഭാഗം ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കിയേ. എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 എന്നുള്ളതിൽ നമ്മൾ ഒറിജിൻ കൊടുത്തു കഴിഞ്ഞാൽ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 എന്നാണ് വരിക. അപ്പോൾ ഫോൾസ് ആണ്. അപ്പോൾ ലൈനിൻ്റെ എബവ് ആണ് ഷെയ്ഡിങ് വരിക. ഞാൻ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്തത് 3x പ്ലസ് 5y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ഒറിജിൻ കൊടുക്കുമ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ട്രൂ ആണ് വരിക. അപ്പോൾ ഒറിജിനുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ ലൈനിൻ്റെ താഴേക്ക് അവിടെ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളത് ഫസ്റ്റ് ക്വാഡ്രൻറ്റും ആണ്. ഇനി നമ്മൾ നോക്കിയാൽ എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള റീജിയൻ ഇല്ല. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 8 എന്നുള്ള ലൈനിൻ്റെ മേലെയും 3x പ്ലസ് 5y ഈക്വൽ ടു 15 എന്നുള്ള ലൈനിൻ്റെ താഴെയാണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ള റീജിയൻ ഇവിടെ വരുന്നില്ല. ദെർഫോർ ദർ ഇസ് നോ ഫീസിബിൾ റീജിയൻ ആൻഡ് ഹെൻസ് നോ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് എഴുതാം കേട്ടോ. ഇനി റിമാർക്ക്, നമ്മൾ ഇതുവരെ ചെയ്ത എക്സാമ്പിൾസ് എന്ന് നമുക്ക് റിമാർക്കായിട്ട് എഴുതി വയ്ക്കാം. ഫസ്റ്റ് വൺ, ദ ഫീസിബിൾ റീജിയൻ ഈസ് ഓൾവേസ് എ കോൺവെക്സ് റീജിയൻ. Second, the maximum or minimum solution of the objective function occurs at the vertex or corner of the feasible region. If two corner points produce the same maximum or minimum value of the objective function, then every point on the line segment joining these points will also give the same maximum or minimum value. Clear ആയില്ലേ? മാക്സിമം അല്ലെങ്കിൽ മിനിമം വരുന്നത് ഫീസിബിൾ റീജിയൻ്റെ കോർണർ പോയിൻറ്റ്സിലായിരിക്കും. ഇനി 2 കോർണർ പോയിൻറ്റിലും സെയിം മാക്സിമം വാല്യൂ അല്ലെങ്കിൽ സെയിം മിനിമം വാല്യൂ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 2 പോയിൻറ്റും ജോയിൻ ചെയ്യണ ലൈൻ സെഗ്മെൻറ്റിലെ എല്ലാ പോയിൻറ്റിലും നമുക്ക് ആ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ സെയിം മിനിമം വാല്യൂ തന്നെ കിട്ടും. Now we will see different types of linear programming problems. First one is manufacturing problems. In these problems, we determine the number of units of different products which should be produced and sold by a firm when each product requires a fixed manpower, machine hours, labor hour per unit of product in order to make maximum profit. അപ്പോൾ മാനുഫാക്ചറിങ് പ്രോബ്ലത്തിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ലേബർ അവേഴ്സും മെഷീൻ അവേഴ്സൊക്കെ തന്നിട്ടുണ്ടാവും. സെക്കൻഡ് വൺ ഇസ് ഡയറ്റ് പ്രോബ്ലം. ഇൻ ദീസ് പ്രോബ്ലംസ് വി ഡിറ്റർമിൻ ദ എമൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ന്യൂട്രിയൻസ് which should be included in a diet so as to minimize the cost of the desired diet such that it contains a certain minimum amount of each nutrients. ഡയറ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ഡയറ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അതിൽ മിനിമം കോസ്റ്റിൽ എല്ലാ വിറ്റമിൻസും അല്ലെങ്കിൽ ന്യൂട്രിയൻസും ഇൻക്ലൂഡ് ചെയ്യണ പോലെ ഡയറ്റ് ഫോം ചെയ്യണം. അപ്പോൾ എത്ര യൂണിറ്റ് ഓരോന്നും ഉണ്ടാക്കണം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. തേർഡ് വൺ ഈസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഇൻ ദിസ് പ്രോബ്ലം വി ഡിറ്റർമിൻ എ ട്രാൻസ്പോർട്ടേഷൻ ഷെഡ്യൂൾ ടു ഫൈൻഡ് the cheapest way of transporting a product from factories situated at different locations to different markets. ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ നമ്മൾ ചീപ്പായിട്ട് പ്രൊഡക്ട്സ് ട്രാൻസ്പോർട്ട് ചെയ്യണതാണ് കൺസിഡർ ചെയ്യണത്. ഇനി ലാസ്റ്റ് വൺ ഇസ് അലോക്കേഷൻ പ്രോബ്ലം. അലോക്കേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യണത് ഇതാണ്. വി ഹാവ് ടു ഫൈൻഡ് ഹൗ മച്ച് ലാൻഡ് ഷുഡ് ബി അലോക്കേറ്റഡ് ടു ക്രോപ്സ് സോ ആസ് ടു മാക്സിമൈസ് ടോട്ടൽ പ്രോഫിറ്റ്. എത്ര ലാൻഡ് ഓരോ ക്രോപ്പും കൾട്ടിവേറ്റ് ചെയ്യാൻ അലോക്കേറ്റ് ചെയ്യണമെന്ന് നമ്മൾ നോക്കും. സോ ദാറ്റ് മാക്സിമം പ്രോഫിറ്റ് കിട്ടണം പോലെ. ഓക്കെ. Now we will do a diet problem. Example 6. A dietitian wishes to mix 2 types of foods in such a way that vitamin contents of the mixture contain at least 8 units of vitamin A and 10 units of vitamin C. Food 1 contains 2 units per kg of vitamin A and 1 unit per kg of vitamin C.
Food 2 contains 1 unit per kg of vitamin A and 2 units per kg of vitamin C. It costs rupees 50 per kg to purchase food 1 and rupees 70 per kg to purchase food 2. Formulate this problem as a linear programming problem to minimize the cost of such a mixture. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഫോമുലേറ്റ് ചെയ്ത് LPP ആക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട്. കോസ്റ്റ് മിനിമൈസ് ചെയ്യണ പോലെ എത്ര യൂണിറ്റ്സ് ഓഫ് ഫുഡ് 1ഉം എത്ര യൂണിറ്റ്സ് ഓഫ് ഫുഡ് 2ഉം ഉണ്ടാക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമ്മൾ എക്സും വൈയും ഡിഫൈൻ ചെയ്യണം. ലെറ്റ് ദ മിക്സ്ചർ കണ്ടെയ്ൻ x kg ഓഫ് ഫുഡ് 1 ആൻഡ് y kg ഓഫ് ഫുഡ് 2. ഹിയർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്തിട്ട് ഈ ടേബിൾ ഫോം ചെയ്യണം. ടേബിളിൽ വിറ്റമിൻ എയും വിറ്റമിൻ സിയുടെയും ഫുഡ് 1ലും 2ലും ഉള്ള യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ റിക്വയർമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫുഡ് 1ൻ്റെയും 2ൻ്റെയും കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഈ ബോക്സ് ഉണ്ടെങ്കിൽ കൺസ്ട്രെയിൻസും അതുപോലെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും എഴുതാൻ ഈസിയാണ്. ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ടേബിൾ ഫില്ല് ചെയ്യാൻ കേട്ടോ. ഇനി നമ്മൾ കൺസ്ട്രെയിൻസ് എഴുതാൻ പോവാണ്. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ മിക്സ്ചർ മസ്റ്റ് കണ്ടെയ്ൻ അറ്റ് ലീസ്റ്റ് 8 യൂണിറ്റ്സ് ഓഫ് വിറ്റമിൻ എ. അപ്പോൾ വിറ്റമിൻ എ വെച്ചിട്ട് നമുക്കൊരു കൺസ്ട്രെയിൻ്റ് എഴുതാം. 2x plus y must be greater than or equal to 8. മിനിമം 8 യൂണിറ്റ്സ് എങ്കിലും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 എഴുതാം. അതേപോലെ മിനിമം 10 യൂണിറ്റ്സ് ഓഫ് വിറ്റമിൻ സി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 അടുത്ത കൺസ്ട്രെയിൻ്റ് എഴുതാം. ഇനി സെഡ് നോക്കാം. സെഡ് കോസ്റ്റ് ഓഫ് ദ മിക്സ്ചറാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 50 റുപ്പീസാണ് പെർ കെ ജി ഓഫ് ഫുഡ് 1ഉം 70 റുപ്പീസാണ് പെർ കെ ജി ഓഫ് ഫുഡ് 2നും. അപ്പോൾ സെഡ് എങ്ങനെ എഴുതും? 50x പ്ലസ് 70y. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായി. So we can write the LPP as follows. Minimize Z is equal to 50x plus 70y subject to the constraints 2x plus y greater than or equal to 8, x plus 2y greater than or equal to 10, x comma y greater than or equal to 0. ഇതാണ് LPP. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് ടേബിൾ വരയ്ക്കിയ ഡാറ്റ നോക്കിയിട്ട് ആ ടേബിളിൽ നിന്ന് നമുക്ക് LPP ഫോമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മളതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ്. ആദ്യത്തെ ഇൻഈക്വാലിറ്റി എടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ 2x പ്ലസ് വൈ ഈക്വൽ ടു 8 എടുത്തു. അതിൻ്റെ 2 പോയിൻ്റ് കണ്ടുപിടിക്കുക. ഒരെണ്ണം 40യും ഒരെണ്ണം 08ഉമാണ്. ആ 2 പോയിൻറ്റും മാർക്ക് ചെയ്യുക. ജോയിൻ ചെയ്താൽ ലൈൻ കിട്ടും. ലൈൻ്റെ ഇക്വേഷൻ അവിടെ എഴുതുക. അതേപോലെ നെക്സ്റ്റ് ലൈൻ എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 എന്നുള്ള ലൈൻ എടുത്തു. അതും അതേ പാസ് ചെയ്യണ 2 പോയിൻ്റ് കണ്ടുപിടിക്കുക. അത് മാർക്ക് ചെയ്യുക. ജോയിൻ ചെയ്താൽ ലൈൻ കിട്ടും. ഇനി അതിൻ്റെ ഏത് ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് നോക്കുക. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫസ്റ്റ് ക്വാഡ്രൻറ്റും ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഭാഗമാണ് ഇവിടെ ലൈൻസ് വെച്ച് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് ആണ്. ഇനി നമ്മൾ ടേബിൾ വെച്ചിട്ട് ഓരോ കോർണർ പോയിൻറ്റിലും സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അറ്റ് എ 08 സെഡ് ഇസ് 560, അറ്റ് ഇ 24 സെഡ് ഇസ് 380, അറ്റ് ഡി 10 സെഡ് ഇസ് 500. ഇവിടെ മിനിമൈസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കുക. 380. അവിടെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് മിനിമം എന്ന് എഴുതി വയ്ക്കുക കേട്ടോ. ഇനി ഇത് 380 തന്നെയാണോ മിനിമം എന്ന് നോക്കാൻ നമ്മൾ ഇനിയും കുറച്ച് സ്റ്റെപ്സ് ചെയ്യണം. ഇവിടെ അൺബൗണ്ടഡ് ആണല്ലോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ സെഡ് ലെസ് ദാൻ 380 കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് 50x പ്ലസ് 70y ലെസ് ദാൻ 380. ത്രൂ ഔട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5x പ്ലസ് 7y ലെസ് ദാൻ 38 എന്ന് കിട്ടും. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ ഫസ്റ്റ് വരയ്ക്കണം. പിന്നെ അതിൻ്റെ ഏത് ഭാഗമാണ് ഷെയ്ഡ് ചെയ്യണേന്ന് നോക്കണം. അപ്പോൾ നമുക്ക് 5x പ്ലസ് 7y ഈക്വൽ ടു 38 എന്നുള്ള ലൈൻ ഡോട്ടഡ് ലൈൻസ് ഇട്ടിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഏത് ഭാഗം ഷെയ്ഡ് ചെയ്യണേന്ന് നോക്കണം. അപ്പോൾ ഒറിജിൻ ഇട്ട് കൊടുക്കുക. 0 ലെസ് ദാൻ 38 എന്ന് കിട്ടും. ട്രൂ ആണ്. അപ്പോൾ ആ ലൈനിൻ്റെ താഴെ ഭാഗം ഒറിജിനുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ടതാണ്. ഇവിടെ പിങ്ക് കളറിൽ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്.
ഇനി നോക്കേണ്ടത് നേരത്തെ ഷെയ്ഡ് ചെയ്ത പോർഷനും ഇപ്പോൾ കിട്ടിയ ഷെയ്ഡഡ് പോർഷനും തമ്മിൽ കോമൺ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇല്ല. ഇറ്റ് ഹാസ് നോ കോമൺ പോയിൻറ്റ്സ്. അത് നിങ്ങളിങ്ങനെ എഴുതുക. 5x + 7y < 38 ഹാസ് നോ പോയിൻറ്റ്സ് ഇൻ കോമൺ വിത്ത് ദ ഫീസിബിൾ റീജിയൻ. Therefore, minimum value of Z is 380 and it is obtained at the point 2, 4. Therefore, we can write dietitian must mix 2 kg of food 1 and 4 kg of food 2 in order to minimize the cost of the mixture, and minimum cost of the mixture will be 380. Now example 7, allocation problem. A cooperative society of farmers has 50 hectare of land to grow 2 crops X and Y. The profit from crops X and Y per hectare are estimated as rupees 10,500 and rupees 9,000 respectively. To control weeds, a liquid herbicide has to be used for crops X and Y at rates of 20 liters and 10 liters per hectare. Further, no more than 800 liters of herbicide should be used in order to protect fish and wildlife using a pond which collects drainage from this land. How much land should be allocated to each crop so as to maximize the total profit of the society? ഇവിടെ 2 ക്രോപ്പാണ് പറഞ്ഞിരിക്കുന്നത്, എക്സും വൈയും. അപ്പോൾ ഓരോ ക്രോപ്പിനും എത്ര ലാൻഡ് അലോക്കേറ്റ് ചെയ്യണം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്മോൾ എക്സും സ്മോൾ വൈയും അതനുസരിച്ച് എടുക്കുക. ലെറ്റ് സ്മോൾ എക്സ് ഹെക്ടർ ഓഫ് ലാൻഡ് ബി അലോക്കേറ്റഡ് ടു ക്രോപ്പ് എക്സ്. അതുപോലെ സ്മോൾ വൈ ഹെക്ടർ ഓഫ് ലാൻഡ് ബി അലോക്കേറ്റഡ് ടു ക്രോപ്പ് വൈ എന്ന് എടുക്കാം. ക്ലിയർലി എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഇവിടെ പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട്. എക്സ് എന്നുള്ള ക്രോപ്പിനുള്ള പ്രോഫിറ്റ് 10,500ഉം വൈ എന്നുള്ള ക്രോപ്പിനുള്ള പ്രോഫിറ്റ് 9,000ഉം ആണ്. ഇപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് നമുക്ക് 10,500 എക്സ് പ്ലസ് 9,000 വൈ എന്ന് എഴുതാം. ഇതായിരിക്കും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് നോക്കാം. ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ് റിലേറ്റഡ് ടു ലാൻഡാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 50 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡാണ് അവർക്കുള്ളത്. അപ്പോൾ x plus y must be less than or equal to 50. ഇനി അടുത്തത് കൺസ്ട്രെയിൻറ്റ് റിലേറ്റഡ് ടു യൂസ് ഓഫ് ഹെർബിസൈഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് നോ മോർ ദാൻ 800 ലിറ്റേഴ്സ് ഓഫ് ഹെർബിസൈഡ് ഷുഡ് ബി യൂസ്ഡ് എന്ന്. അതുപോലെ എ ലിക്വിഡ് ഹെർബിസൈഡ് ഹാസ് ടു ബി യൂസ്ഡ് ഫോർ ക്രോപ്സ് എക്സ് ആൻഡ് വൈ അറ്റ് ദ റേറ്റ് ഓഫ് 20 ലിറ്റേഴ്സ് ആൻഡ് 10 ലിറ്റേഴ്സ് പെർ ഹെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഹെക്ടറിൻ്റെയാണ് 20 ലിറ്റേഴ്സും 10 ലിറ്റേഴ്സും പറഞ്ഞിരിക്കുന്നത്. അപ്പം എക്സ് ഹെക്ടേഴ്സിനും വൈ ഹെക്ടേഴ്സിനും ആയിട്ട് എടുക്കുമ്പോൾ 20x പ്ലസ് 10y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 800 എന്ന് വരും. ത്രൂ ഔട്ട് 10 ഡിവൈഡ് ചെയ്ത് കളഞ്ഞാൽ 2x പ്ലസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ നമുക്ക് LPP ആക്കി എഴുതാം. മാക്സിമൈസ് Z ഈക്വൽ ടു 10,500x പ്ലസ് 9,000y സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് x പ്ലസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50, 2x plus y less than or equal to 80, x greater than or equal to 0, y greater than or equal to 0. ഇനി നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഓരോ കൺസ്ട്രെയിൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എടുക്കുക. അതിൽ 2 പോയിൻ്റ് എടുക്കുക, അത് മാർക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക, ലൈൻ വരയ്ക്കുക, ഇക്വേഷൻ അവിടെ എഴുതി വയ്ക്കുക. അപ്പോൾ ഫീസിബിൾ ആയിട്ടുള്ള റീജിയനാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അത്രയും ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി കോർണർ പോയിൻറ്റ്സിലൊക്കെ നമ്മൾ സെഡിൻ്റെ വാല്യൂ കാണണം. ഇവിടെ ഒ അറിയാം, എ അറിയാം, സി അറിയാം, ബി നമുക്ക് അറിയില്ല. അത് ആ 2 ലൈൻ്റെയും ഇക്വേഷൻ സോൾവ് ചെയ്താൽ 30-20 എന്ന് കിട്ടും. ഇനി ഓരോ പോയിൻറ്റിലും സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ടേബിളിൽ എഴുതുക. ഇനി അതിൽ മാക്സിമം വന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കുക. 4,95,000 ആണ് മാക്സിമം വന്നിരിക്കുന്നത്. അത് ബി 30-20 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? സൊസൈറ്റി വിൽ ഗെറ്റ് മാക്സിമം പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 4,95,000 ബൈ അലോക്കേറ്റിംഗ് 30 ഹെക്ടേഴ്സ് ഫോർ ക്രോപ്പ് എക്സ് ആൻഡ് 20 ഹെക്ടേഴ്സ് ഫോർ ക്രോപ്പ് വൈ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് വരുന്നതും അൺബൗണ്ടഡ് വരുന്നതും. വി വിൽ ഡു മോർ പ്രോബ്ലംസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.